സംവിധാനങ്ങളെ കുറ്റപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കിപ്പോൾ ഏതെങ്കിലും തരത്തിൽ തടഞ്ഞു വെക്കാവുന്ന കാര്യങ്ങൾ അല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇപ്പം നമ്മൾ പക്ഷേ അവിടെ നേർക്കുനേർ കാര്യങ്ങൾ അറിയാവുന്ന നാട്ടുകാരാണ്. നിങ്ങൾക്കല്ല ഇത് തടയാൻ പറ്റും, ഇത് കാര്യക്ഷമമായിട്ട് സംവിധാനങ്ങൾ ഇടപെട്ടാൽ ഇങ്ങനെ ആളുകൾ മരിക്കുന്ന നിലയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്ന അവിടെ നേർക്കുനേർ കാര്യം. സുഹൃത്തുക്കളെ, ആന ഇറങ്ങുന്നതിനെ കുറിച്ചിട്ടാണ്, ആനയുടെ ചവിട്ടേറ്റ് കൊല്ലപ്പെടുന്നതിനെ കുറിച്ചിട്ടാണ്. രാവിലെ ജോലിക്ക് പോകുമ്പോൾ തൻ്റെ ഒപ്പം അതുവരെ ഉണ്ടായിരുന്ന ഒരാൾ മരണപ്പെടുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, ആന ഇറങ്ങൽ അത് ഏത് ഭരണത്തിലിറങ്ങും. അത് CPM ഭരിച്ചാലും അത് കോൺഗ്രസ് ഭരിച്ചാലും ആന ഇറങ്ങുക എന്ന് പറയുന്ന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നം അവിടെ സംഭവിച്ചിട്ടും ജനപ്രതിനിധികൾ ആരും ആ ഒരു ഭാഗത്തേക്ക് ഇറങ്ങി നോക്കാത്തതെന്നുള്ളതാണ്. ഒപ്പം തന്നെ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പിനെ കുറിച്ച് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ പറഞ്ഞു വെക്കൂ. ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് അവിടേക്ക് മന്ത്രി വരാത്തതുകൊണ്ട്, ജനപ്രതിനിധികൾ വരാത്തതുകൊണ്ട് ശവശരീരം പോലും നടു റോട്ടിൽ വെച്ചുകൊണ്ട് സമരം നടത്തിയിട്ടുണ്ട് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ. അപ്പം അതേപോലെ തന്നെ ഇപ്പോൾ ഇടതുപക്ഷം ഇപ്പോൾ പ്രതിപക്ഷത്താണ്. ഒരുപക്ഷെ ഇടതുപക്ഷത്തെ ആളുകൾ അതേ സമരപുറം തന്നെ വീണ്ടും ഉപയോഗിക്കുമ്പോൾ അതൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ്സുകാരിങ്ങനെ മാറിയിരിക്കുന്നത്? ഈ ഒരു ഭരണപക്ഷം എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറിയിരിക്കുന്നത്? മരണപ്പെട്ടത് ഏതു ഭരണത്തിൻ്റെ കാലത്തായിരിക്കും? ആ ഒരു സ്ഥലത്തേക്ക്, അതും ആ ഒരു സ്ഥാനവുമായി ബന്ധപ്പെട്ട ആളുകൾ തൊട്ടടുത്ത കേന്ദ്രങ്ങളുള്ളപ്പോഴും ആ ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ട് ഒരു ആശ്വാസവാക്കുമെങ്കിലും പറയാനുള്ള ഒരു ആർജവം കാണിക്കുക എന്ന് പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അതെന്താണ് ഇല്ലാത്തത്? എന്തായാലും ഇടതുപക്ഷത്തെ ആളുകളൊക്കെ കൃത്യമായിട്ടും ഇപ്പോഴത്തെ ഗവൺമെന്റിനും കോൺഗ്രസ്സുകാർക്കും ഒപ്പം മാധ്യമങ്ങൾക്കും വേണ്ടതുപോലെ കൊടുക്കുന്നുണ്ട്. അതങ്ങനെ തന്നെ വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് പോകാൻ പാടുകയുള്ളൂ എന്നുള്ളതാണ്. ഒരു വർത്തമാനം കേൾക്കാം. സർക്കാരിന്റെ കാലത്തൊക്കെ നിരവധി കാട്ടാനകളൊക്കെ ആ ഘട്ടത്തിലെല്ലാം തീർച്ചയായിട്ടും ആ വലിയൊരു പ്രതിഷേധം ഇല്ലേ? റിപ്പോർട്ടർ ചാനൽ അത് കണ്ടിട്ടില്ലേ? നിങ്ങൾ പറയൂ. അല്ല, റിപ്പോർട്ടർ ചാനലാണല്ലോ ഇപ്പൊ ചോദിക്കുന്നത്. നിങ്ങൾ പറയൂ, ഇതിൽ പ്രതിഷേധം ഉണ്ടായിട്ടില്ലോ ഇല്ലയോ? ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ? നിങ്ങളാണല്ലോ ഇപ്പൊ ചോദിക്കുന്നത്. അത് വെറുതെ നിങ്ങൾ ആരെങ്കിലും വെള്ളപൂശാനാണ് അങ്ങനെ പറയാം. അല്ലാതെ അതെ, നിങ്ങൾക്കറിയാത്തതാണോ ഈ ജില്ലയിൽ ഇതിനു മുമ്പ് കണ്ടില്ലേ? റിപ്പോർട്ടർ ചാനല് ഒരാവശ്യവുമില്ലാതെ ചോദിച്ചു പോയതാണ്. എന്താപ്പോ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കാനുള്ളത് എന്ന രീതിയിലൊക്കെ. പക്ഷേ ഇതേ റിപ്പോർട്ടറൊക്കെ തന്നെയാണ് കഴിഞ്ഞ ഭരണകാലഘട്ടത്തിൽ ആ ഒരു ഗവൺമെന്റിനെ ഈ ആന ഇറങ്ങലിന്റെ മറ്റും ഭാഗമായിട്ട് അത്രയേറെ കുറ്റപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു സ്വാഭാവികമായിട്ടുള്ള പ്രവൃത്തിയാണ്. ഒന്നാമത് വേനൽ സമയത്ത് ഒരുപക്ഷെ ആന ഇറങ്ങലൊക്കെ സ്വാഭാവികമാണ്. വെള്ളവും ഭക്ഷണവും മറ്റും കിട്ടാതെയൊക്കെയാണ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. പക്ഷെ ഇപ്പോൾ ഇത്രയേറെ മഴ വന്നിട്ട് പോലും ആനകൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. അതിനെ ഒന്ന് എന്താ പറയുക, ഒരു ഉത്തരം കൊടുക്കുവാൻ, അല്ലെങ്കിൽ ഞങ്ങളൊപ്പം ഉണ്ട് എന്നെങ്കിലും പറയിക്കാൻ ഇവിടുത്തെ ഭരണപക്ഷം അവിടെ എത്തേണ്ടതായിരുന്നു. അവർ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ, ഒരു ക്രൈസിസ് വരുമ്പോൾ ആ ക്രൈസിസ് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരാളുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കുക, നമുക്ക് നമ്മുടെ ആവലാതി പറയാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ തൊട്ടടുത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതല്ലേ. അതവരെത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. മറ്റ് ഉണ്ടായ ഘട്ടത്തിൽ എന്തൊക്കെ സംഭവിച്ചു? ഇവിടെ ഉണ്ടല്ലോ അനുഭവം, കാഷ്വാലിറ്റിയിൽ നിന്ന് എടുത്ത് ഓടിയ അനുഭവം ഉണ്ടല്ലോ. അങ്ങനെ ഇത് ജനങ്ങളുടെ പ്രതിഷേധമാണ്. ഇത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയമല്ല. ഇവിടെ ജനങ്ങളുടെ പ്രതിഷേധം. ഞങ്ങളും ആ പ്രതിഷേധത്തിലൊക്കെ ഞങ്ങളും കൂടെ ആ പ്രതിഷേധത്തിൽ പങ്കാളിയായവർ അന്നും ഞങ്ങൾ പ്രതിഷേധത്തിൽ പങ്കാളിയായവരാ. അന്ന് ഇത്തരത്തിലുള്ള കാട്ടാന ആക്രമണവും മറ്റും മരണം ഉണ്ടായപ്പോ ആ ഘട്ടത്തിലും ഞങ്ങളെല്ലാം കൃത്യമായി സമരത്തിലും മറ്റു പങ്കാളി. അന്നുണ്ടായ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്, എന്തായാലും ഇവിടെ ഇവർ മാത്രം ഉത്തരം കൊടുത്താൽ പോരാ, അന്നത്തെ മന്ത്രിമാര് കൂടി ഇതിന് കൃത്യമായിട്ട് ഉത്തരം കൊടുത്താലേ ശരിയാവുകയുള്ളൂ എന്നുള്ളതാണ്. ഇനി അത് കേൾക്കുന്നത് നിങ്ങൾ നന്നായിരിക്കും, ഒന്ന് കേട്ടോക്കാം. ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് രാധ മരിച്ചു അല്ലേ, പല ഇഷ്യൂണ്ടായി. ആ സമയത്ത് നിങ്ങൾ മീഡിയക്കാരെന്തോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു? അന്നിങ്ങനെ നിങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ
ഇപ്പം ഞാൻ പറയാം, അത് ഞങ്ങൾ പറയാം. നിങ്ങൾ ഇപ്പൊ എന്താ നേരെ തിരിച്ചു പറയുന്നത് എന്താ? അന്ന് MLA വന്നോ, ഞാൻ MLA സമയത്ത് നിങ്ങൾ അന്ന് മന്ത്രി വരണം അല്ലേ, ജില്ലാ കലക്ടർ വരണം, CCP വരണം, കൺസ്ട്രക്ടർ വരണം എന്നൊക്കെയല്ലേ അന്നത്തെ ഡിമാൻഡ്. ഞങ്ങളിപ്പോ അതന്നെയാ പറയുന്നത്. ഉത്തരവാദിത്തപ്പെട്ട വനമന്ത്രി വരണം, ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വരണം, ജില്ലാ കലക്ടർ വരണം, അവരൊക്കെ വരട്ടെ. നിങ്ങളൊക്കെ അന്ന് പുൽപ്പള്ളി ടൗണിൽ കത്തിച്ചല്ലോ, പുൽപ്പള്ളി ടൗൺ കത്തിച്ചല്ലോ, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? പുൽപ്പള്ളി ടൗണിൽ വിഷയം കത്തിച്ചല്ലോ. ഇതൊന്നും ഞങ്ങൾ ജനപ്രതിനിധിക്ക് എന്ത് പറയാൻ പറ്റും? ജനപ്രതിനിധിക്ക് എന്ത് പറയാൻ പറ്റും? അവസരത്തിനൊത്ത് എന്ത് ജനപ്രതിനിധിയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ കണ്ടില്ലേ? കേളു അടക്കമുള്ള ആളുകൾ, ബഹുമാനപ്പെട്ട അദ്ദേഹം കൂടി മാധ്യമങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അന്ന് എന്താണ് കാണിച്ചത്, ഇന്നെന്താ അങ്ങനത്തെ ഒരു ഭാവമില്ലാത്തത്? ഈ ഒരു UDF ഭരണം കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ മാധ്യമപ്രവർത്തകരൊക്കെ ഭാഷയ്ക്ക് ഗംഭീരമായിട്ട് മാറിപ്പോകുന്നുണ്ട്. ചില കാര്യങ്ങളൊന്നും ഇവർ കണ്ടില്ല എന്ന് നടിക്കുന്നുണ്ട്, കണ്ണടച്ചു പോകുന്നുണ്ട്. ഗവൺമെന്റിനെതിരെയുള്ള വാർത്തകൾക്ക് മുഴുവൻ കണ്ണടച്ചു പോകുന്ന നിലപാടുകൾ ഇപ്പോഴത്തെ മാധ്യമങ്ങൾ പിന്തുടരുന്നുണ്ടെന്നുള്ളതാണ്. അതിനെതിരെ ശക്തമായിട്ട് കൂടി ഇവിടുത്തെ ഇടതുപക്ഷത്തിന് പോരാടേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. കാരണം ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും കാട്ടാനാക്രമണം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരൊറ്റ നിമിഷം കൊണ്ട് ഇവിടുത്തെ വനം മന്ത്രി രാജിവെക്കണമെന്നും മറ്റൊക്കെ പറയുക. എന്നാൽ അത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിലാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ആനകൾ പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ള വർത്തമാനം പറയുക. വനമന്ത്രി എന്താ പറഞ്ഞ് ഭരണം മാറിയത് ഒരു പക്ഷെ ആനകൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. ഒരു പരിഹാസ വാക്കുകളല്ലേ, ആ മരിച്ചുപോയ ആളോടുള്ള ബഹുമാനം പോലും ഇല്ലാതെയുള്ള വർത്തമാനങ്ങളല്ലേ വനമന്ത്രി അടക്കമുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്ന വിഷയം. ഒരാള് ഇനി ഇത് കൂടി കേൾക്ക്. ആ ജനങ്ങള് ആ ഒരു ബോഡി വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. MLA വരണം, MLA വന്ന് സംസാരിച്ച് പോയാൽ മതി. ഇനി MLA വന്നിട്ട് പറയുന്ന വർത്തമാനം കേൾക്കണം. എന്ത് ഉത്തരവാദിത്തമാണ് ഇവരെ വാക്കുകൾക്കുള്ളത് എന്നുള്ളതാണ് അത്ഭുതം തോന്നിപ്പോയി കേട്ടോ. അങ്ങനെയൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, ആദ്യമായിട്ടുണ്ടായ ഒരു സംഭവം ഇത്. ഇതിങ്ങനെ കുറെ കാലങ്ങളായി കണ്ടില്ലേ? അവർക്കതൊരു പ്രശ്നമല്ല. ഞാനിവിടേക്ക് എത്തേണ്ട ആവശ്യമില്ല എന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ബാക്കി കേൾക്ക്. സംഭവം ഉണ്ടല്ലോ, അതിനുള്ള കോമ്പൻസേഷൻ കൊടുക്കാനൊക്കെ സർക്കാരുമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഓൾറെഡി റവന്യൂ മിനിസ്റ്ററും അതുപോലെ വനം വകുപ്പ് മിനിസ്റ്ററും ഒക്കെ ആയിട്ട് ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞു. അപ്പൊ 14 ലക്ഷം രൂപയോളം നമ്മള് സാധാരണയായിട്ട് കൊടുക്കുന്നതാണ്. അതിൽ 5 ലക്ഷം രൂപ നമ്മൾ സ്പോട്ടിൽ കൊടുക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ഈ പറയുന്ന റവന്യൂ വകുപ്പിന്റെയും അതുപോലെ വനം വകുപ്പിന്റെയും ഇനി ബാക്കിയുള്ള ഇതുപോലുള്ള ദുരന്തമില്ലാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ പോവുകയാണ്. പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലം ചർച്ചയ്ക്കാണ് വിളിക്കുന്നത്. ചർച്ചയുണ്ട്, അതിന് ചർച്ചയ്ക്ക് വിളിക്കുകയാണ് ഞങ്ങള്. കണ്ടില്ലേ? ഒരു ലാഘവത്തോട് കൂടിയിട്ടാണ് 14 ലക്ഷം ഞങ്ങൾ കൊടുക്കും, എല്ലാ പ്രാവശ്യം കൊടുക്കുന്ന. അയൽത്തപ്പുറം 5 ലക്ഷം ഇപ്പം തന്നെ കൊടുക്കും. നോക്കൂ, മരണപ്പെട്ടു പോയൊരു സംഭവമാണ്. ആ ഒരു നിമിഷത്തിൽ പോലും അതിനെ അതിൻ്റെതായിട്ടുള്ള സീരിയസ്നെസ്സിൽ എടുക്കാൻ കഴിയാത്ത ആളുകളാണ്. ഇനി ഇവരോടൊക്കെ വല്ല ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കിട്ടുമോ? ഇല്ല, ആട്ടി പുറത്താക്കലാണ്. ഇതെന്താ ധാർഷ്ട്യമല്ലേ? ഇതിന് ധാർഷ്ട്യം എന്നല്ല വിളിക്കേണ്ടത്. ഇനി അതുകൂടി കേട്ട് നിങ്ങൾ പോയാൽ മതി. വിഷയം നോക്കണം കേട്ടോ. ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞത് അതൊക്കെ മറുപടി പറഞ്ഞു. അതിനൊക്കെ എല്ലാ ദിവസവും അത് ചോദിക്കണ്ട. അതൊക്കെ ഇന്നലെ പറഞ്ഞല്ലേ, ഇന്നലെ അതിന് മറുപടി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രമുണ്ടെന്നേ. അല്ലല്ല, മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രമുണ്ട്. അല്ല, മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രമുണ്ടല്ലോ. ഞങ്ങൾ മുഖ്യമന്ത്രി അല്ല, നിങ്ങൾ സംസാരിക്കല്ലേ, ഞാൻ മറുപടി പറയല്ലേ. മുഖ്യമന്ത്രിയുടെ കൂടെ നിങ്ങൾ ചോദിച്ചു എല്ലാ ചോദ്യം നിങ്ങൾ 5 ചോദ്യം നിങ്ങൾ ചോദിച്ചോന്ന്. അത് ഞാൻ മറുപടി പറയുമ്പോ ഇടയിൽ കയറി ചോദിക്കാൻ പറ്റില്ല. അല്ല, നിങ്ങൾ സംസാരിക്കും, എന്നിട്ട് പറയാം. വേറെ ആരെയും ഉണ്ടോ? എങ്ങനെയുണ്ട്? ഇതെന്താ ധാർഷ്ട്യമല്ലേ? അല്ലേ? ആരും കേൾക്കാതെ. അപ്പോ ബൈ.